ഇത് മുസ്താദ് കണ്ണൂര് ദീനിന്റെ സംരക്ഷകനാണ്. ഇസ്ലാമിന്റെ സംരക്ഷണം ഇവന്റെ കയ്യിലാണെന്നൊക്കെയാണ് ഇവന്റെ വിചാരം. കണ്ണൂര് അണിയൂർ നമ്പ്രത്താണ് ഇവന്റെ ജന്മനാട്. ഒരു ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ചെറുകുന്നിൽ ഒരു കുറ്റിക്കാട്ടിൽ വെച്ച് ഇവനും ഒരു സ്ത്രീയും വ്യഭിചരിക്കുന്നത് അവിടുത്തെ നാട്ടുകാരെ കൈയോടെ പൊക്കി. ഞാൻ വലിയ യൂട്യൂബറാണ്, ഞാൻ വലിയ ഫേമസ് ആണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ ഇവൻ വിരട്ടി ആദ്യമൊക്കെ. പിന്നെ രണ്ടാമത് പറയും ഞാൻ സാമൂഹ്യ പ്രവർത്തകരാണ്. ഇന്ന് ഉസ്താദ് എന്റെ പരിചയക്കാരാണ്, ഇന്ന് നേതാക്കള് എന്റെ പരിചയക്കാരാന്നൊക്കെ പറഞ്ഞു നോക്കിയ, പക്ഷെ നാട്ടുകാരെ വിട്ടില്ല. പിന്നെ പറഞ്ഞു ഞാൻ ദീനിന് വേണ്ടി പോരാടുന്ന ആളാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഞാൻ ദീനിന് വേണ്ടിയിട്ട് ഒരുപാട് പോരാടുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ടും രക്ഷയില്ല. നാട്ടുകാർ പിടിച്ചങ്ങ് പോലീസിനെ ഏൽപ്പിച്ചു. കണ്ണവരം പോലീസ് സ്റ്റേഷനിൽ ഇവരെ എത്തിച്ചപ്പോ സ്ത്രീയുടെ പരാതിയിലേക്ക് മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്നാണ് പോലീസുകാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും സ്ത്രീ പരാതിയുമായി വരില്ല. കാരണം സ്ത്രീയുടെ സമ്മതപ്രകാരമാണല്ലോ ഇവർ രണ്ടുപേരും കുറ്റിക്കാട്ടിൽ ലീലാവിലാസങ്ങൾ നടത്തിയത്. അതുകൊണ്ട് ഇവരുടെ ഒരു കേസ് നിലനിൽക്കില്ല. നമ്മുടെ ചിന്തകളും ഉരുത്തിരിയുന്ന ആശയങ്ങളും പങ്കുവെക്കാനാണല്ലോ ഫേസ്ബുക്കൊക്കെ. അത്തരം വിഷയങ്ങളിൽ നമ്മൾ എഴുതുമ്പോൾ സഹിഷ്ണുതയുടെയും സഭ്യമായ ഭാഷയിലും വിമർശിക്കുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ചോദ്യം ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ മെസ്സേജറിലും നമ്മളിടുന്ന പോസ്റ്റുകളിലും നമ്മളെ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളവരെ പോലും തെറി പറയുന്ന ഒരു വല്ലാതൊരു ശല്യക്കാരനായിരുന്നു ഇത്. ദീനിനു വേണ്ടി ഇവരെന്തൊക്കെയോ ചെയ്യുന്നു എന്നാണ് ഇതിന്റെയൊക്കെ വിചാരം. മറിയക്കമ്പുറത്തെ മഹല്ല് കമ്മിറ്റിക്കാരോടാണ് എന്റെ ചോദ്യം. ഇസ്ലാമിൽ വ്യഭിചാരം വലിയ തിന്മയാണ്, വലിയ കുറ്റമാണ്, വലിയ ശിക്ഷയുമാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. നിങ്ങൾ ഇവരെ എറിഞ്ഞു കൊല്ലണമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ മഹലിൽ നിന്നും പുറത്താക്കാനുള്ള ചങ്കുറ്റ നിങ്ങൾക്കുണ്ട്. അതല്ല വ്യഭിചാരികൾക്ക് ഒത്താശ ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുമോ നിങ്ങൾ? ഒരു ഭൂലോക ഫ്രോഡ് കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രം കണ്ണീരിലായ ഒരു സ്ത്രീ ഉണ്ടല്ലോ ഇതിന്റെ ഭാര്യ, അവരെ ഓർത്തെങ്കിലും അതുപോലെ ഒരു ഭൂലോക ഫ്രോഡിന്റെ മകനായി ജനിക്കേണ്ടി വന്നത് ജീവിതകാലം മുഴുവൻ പലതാറ്റി നടക്കേണ്ടി വന്ന ഒരു ഗതികേടിലായ ഒരു മകനുണ്ടെങ്കിൽ അവരെ ഓർത്തെങ്കിലും നിങ്ങൾ നടപടി എടുക്കണം. സംഭവം എന്നടാ, ആ മഹലിലുള്ള ഏതോ പെണ്ണിന്റെ തന്നെയാ പോലും. അപ്പൊ അവരുമായിട്ട് സംസാരിച്ചിട്ട് മഹൽ കമ്മിറ്റിയിൽ ഇടപെട്ടിട്ട് സംസാരിച്ചിട്ട് അവിടുത്തെ തീർപ്പാക്കിയോളും ചെയ്തിരും. സീനൊക്കെ ഉള്ളതെന്ന് വെച്ചാ അവിടെ ഒന്ന് അറിയിക്കണ്ടേ, അവിടെ സെറ്റിലായി വിട്ടതാണ്.